പൊന്നാപ്പയിൽ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വരുന്നേക്കും ഇവിടെയൊക്കെ അവൾ പോയ പോലെ ഇരുന്നില്ലെങ്കിലേ വരുമ്പോൾ അവൾ കലിതുള്ളൂ. നമ്മളായിട്ട് ഇങ്ങനെ വെറുതെ വരുമ്പോഴേക്കും മൂഡ് സെൻസ് ഉണ്ടാക്കി കൊടുക്കണം. ബാത്റൂമൊക്കെ ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തേക്കണം. കിടക്കവരൊക്കെ വെച്ച് സെറ്റാക്കി ഇട്ടേക്കുക. നീ വന്ന് കയറുമ്പോൾ തന്നെ എങ്ങനെയാണ് നോക്കും. എന്തിൻ്റെ വെറുതെ ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാലേ ഒരു കലഹം കൊണ്ട് ഒഴിവാക്കാം. ഇവിടെ ഇരുന്ന ഭണ്ഡാരം. ഓഫ്. അപ്പോൾ അവൾ മാത്രമേ വരണുള്ളൂ, പിള്ളേർ വരുന്നില്ല. നിങ്ങൾ വിചാരിക്കുക എന്താ പിള്ളേരെ കൊണ്ടുവരാണ്ട് അവൾ മാത്രം വരുന്നതെന്ന്. കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതോടെ വയ്ക്കണോ? ഇതോടെ വയ്ക്കാം. വേണ്ട, ഇതിപ്പോൾ എടുക്കാനുള്ള. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഭാര്യ മാത്രം വരുന്നതെന്ന്. കാര്യമുണ്ട്. നമ്മുടെ കല്യാണം 2021 കഴിഞ്ഞ കേട്ടോ. വിത്തിൻ ഒരു 6-7 മാസത്തിനുള്ളിൽ അടുത്ത കുട്ടിയായി. ഫസ്റ്റ് കുട്ടിയായി. അടുത്ത കുട്ടിയല്ല, ഫസ്റ്റ് കുട്ടിയായി. പിന്നെ ആ കുട്ടിക്ക് 6 മാസമുള്ളപ്പോഴേക്കും അടുത്ത കുട്ടിയായി. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിയായി ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയേണ്ട അവൾക്ക് കുറച്ച് ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം, ഒന്ന് ട്രിപ്പൊക്കെ പോകണം, കറങ്ങാനൊക്കെ പോകണം. അപ്പോൾ ആ സമയത്ത് എനിക്കത് പറ്റിയില്ല. കാരണം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ 5 ദിവസം ഒരാഴ്ചയ്ക്ക് ലീവിന് പോകാറുള്ളൂ. പക്ഷേ ആദ്യത്തെ കുട്ടിയായ സമയത്ത് ഞാനിതുപോലെ ഒരാഴ്ചയ്ക്ക് ലീവിന് പോയിട്ട് ഞാനൊരു ഓൾമോസ്റ്റ് 2 മാസം നിന്നായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഹസ്ബൻഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മായിമ്മയുടെ വാക്ക് കേട്ട് കെട്ടിയോളോടെ പോകാൻ നിൽക്കാതിരിക്കരുത്. നിങ്ങൾ പോകണം. ഭാര്യയുടെ കൂടെ ഭാര്യ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ നിൽക്കുക. എങ്കിലാണ് അവർ പെടുന്ന കഷ്ടപ്പാടൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ചില മൂശാട്ട തള്ളമാർ നമ്മൾ വിടില്ല. ഞാൻ പറയുമ്പോൾ എൻ്റെ അമ്മേനെ ഇരിക്കറ്റോ, എൻ്റെ അമ്മയ്ക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ചില ആൾക്കാരുണ്ട് വിടില്ല. കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറിയും ഇവൻ ആ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാലേ പെണ്ണിനോട്, അത് സ്വന്തം കെട്ടിയോളോട് അമ്മയ്ക്കുള്ള അതേ സ്നേഹവും കൂടി ചിലപ്പോൾ ഒരു പൊടിക്ക് കൂടിയെന്ന് വരും. മനസ്സിലായി? കാരണം ആ സമയത്താണ് 1 മണിക്കൂർ നമുക്ക് എഴുന്നേറ്റിരുന്ന് ചെരിഞ്ഞായിരിക്കും ചിലപ്പോൾ കിടക്കേണ്ട സ്റ്റിച്ചൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എണീറ്റിരുന്ന് പാൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ പരിപാടിയല്ല. അപ്പോൾ ഈ ഒരാഴ്ച ലീവിന് പോയി ഞാൻ 2 മാസം ലീവാക്കി. അങ്ങനെ ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കും, ഇടയ്ക്ക് ഞാൻ ഓർക്കും. പിന്നെ പപ്പയമ്മ ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. അത് അവളുടെ ഒരു ഭാഗ്യമാണ്. അവൾക്ക് നല്ലൊരു പപ്പേനെ അമ്മേനെ കിട്ടിയത്. ഇടയ്ക്ക് കൊച്ചിൻ്റെ കരച്ചിലായിട്ട് കഴിഞ്ഞാൽ പപ്പ വന്നിട്ട് പപ്പ എടുത്ത് തുറക്കും. നിങ്ങളോട് ഉറങ്ങിക്കൊള്ളാൻ പറയും, എന്നോട് അവളോട് ഉറങ്ങിക്കൊള്ളാൻ പറയും. അമ്മയല്ല അങ്ങനെ തന്നെ. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അടുത്ത കുട്ടിയും കൂടി ആയത്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നിട്ട് ഇപ്പോഴാണ് പറ്റിയത്. ഇപ്പോൾ അത് കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും പറഞ്ഞു, മോനെ മക്കൾ ഇവിടെ നിന്നോട്ടെ 1-2 മാസം, നീ ഇവളെ കൊണ്ട് അവിടെ നിർത്തിക്കുക, അവൾക്കൊരു ഗ്യാപ്പ് കിട്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവൾ മാത്രം വരുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ മക്കളെ നോക്കാനൊക്കെ ഏതെങ്കിലും വീട്ടിൽ ഭാര്യ വീട്ടിലോ ഭർത്താവിൻ്റെ വീട്ടിലോ സപ്പോർട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തോ. നല്ലതാ, ഭാര്യമാർക്ക് നല്ലതായിരിക്കും. സോക്സ് ഇടാനാ പാട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഗ്യാപ്പ് കിട്ടാൻ മെൻ്റലി അത് റിലീഫായിരിക്കും. എനിക്ക് 4 വർഷമായിട്ട് പറ്റിയില്ല. ഇപ്പോൾ ഏതപ്പന 4 വയസ്സാകുമ്പോൾ. അപ്പോൾ 4 വർഷമായി അവൾക്കൊരു ഗ്യാപ്പ് കൊടുക്കണം എന്ന് ചോദിച്ചിട്ട് പറ്റിയില്ല. ഇപ്പോഴാണ് പറ്റുന്നത്. അപ്പോൾ അതിന് വേറെ കാരണം കൂടി ഉണ്ട്. കാരണം എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ ഇതുവരെ വീട് വിട്ടും വീട്ടുകാരെ വിട്ടാണ് മാറുന്നല്ലേ. ഇപ്പം പിള്ളേരെ വിട്ട് ആദ്യം മാറിയിരിക്കുന്നത്. പിള്ളേരുടെ അടുത്ത് നിന്ന് കുറച്ച് ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ തുടങ്ങി കരച്ചിൽ തന്നെ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് കഷ്ടിച്ച് 1 മിനിറ്റ് മുമ്പൊക്കെ ഞാൻ അവിടെ എത്തുള്ളൂ. അവർ ക്ലോസ് ചെയ്യണമെങ്കിൽ 1 മിനിറ്റ് മുമ്പ്, അതിന് മുമ്പ് ഞാൻ എത്തില്ല. കറക്റ്റ് ടൈമിന് എത്തുള്ളൂ. കാരണം എനിക്ക് ഈ എയർപോർട്ടിൽ ഇരുന്ന് എനിക്ക് ഭയങ്കര സങ്കടം വരും. ഞാൻ നേരത്തെ കണ്ടായിരിക്കും. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അതേപോലെ അവിടെ എയർപോർട്ട് എത്തുന്ന വരെ വലിയ കുഴപ്പമില്ല. എയർപോർട്ട് എത്തി പെട്ടെന്ന് എടിപിടിന്ന് ഇങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ് എത്തുമ്പോൾ കരഞ്ഞാൽ മതിയല്ലോ. ഫ്ലൈറ്റ് അങ്ങോട്ട് പൊങ്ങാൻ നേരത്ത് ഇങ്ങനൊരു സാധനം വരും എനിക്കത് ആദ്യമായിട്ട് വന്നപ്പോഴെന്നറിയും. ഫസ്റ്റ് ദുബായിക്ക് വരുമ്പോൾ നാട്ടിൽ നിന്ന് നമ്മളിങ്ങനെ പൊന്തൂലേ, ആ സമയത്ത് ഈ ഒരു സംഭവം വന്നു. ഭയങ്കര സീനാണ്. സെക്കൻഡ് എനിക്ക് വരുന്നത് കല്യാണം കഴിഞ്ഞ് 4 മാസം നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ. 3ാമത് എനിക്ക് വരുന്നത് ഏതപ്പൻ ജനിച്ചല്ലോ. ഏതപ്പൻ ജനിച്ച് 2 മാസം കഴിഞ്ഞ് തിരിച്ച് കയറിയപ്പോൾ. ഇങ്ങനെ 3 പ്രാവശ്യമാണ് ഞാൻ ഇതുപോലെ നെടുവീർപ്പെട്ട് നമ്മൾ കരയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ കരഞ്ഞേക്കണത്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ അത്ര വിഷമം വന്നില്ല. പക്ഷെ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഇതുവരെ ഇവിടെ അനുഭവിച്ചില്ല. അപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞ്, നീ എന്തായാലും ഇന്ന് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഈ ഒരു സംഭവം നിനക്കുണ്ടാവും.
നീ ആ ടൈം നോക്കി പോയാൽ മതി. പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് ആൾ 3-3.5 മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ എത്തി. എയർപോർട്ടിൽ എത്തിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന്മാർക്കൊരു കുഴപ്പമില്ലേ, അവന്മാർക്ക് ഇവള് പോയിട്ടോ വീഡിയോ കോൾ ചെയ്തിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നമില്ല. ഏതപ്പം ഫുൾ ഹാപ്പി. ഏതപ്പം പറഞ്ഞിരിക്കുന്നത് ഡോണിനെ ഏതപ്പം നോക്കിക്കോളാം, അമ്മ പപ്പയുടെ കൂടെ പോക്കോ, പപ്പ അവിടെ ഒറ്റയ്ക്കല്ലേ, പപ്പയ്ക്ക് ചോറും കറിയൊക്കെ വെച്ച് കൊടുക്ക്, ചായ വെച്ച് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏതപ്പം കയറ്റി വിടുകയാണ്. ഡോണ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഡോണിനെ അറിയാം, അമ്മ പോയിന്നറിയാം, ഇപ്പോൾ വരുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാത്രി ഇവളില്ലാണ്ട് ഡോണ് ഉറങ്ങില്ല. ഏതപ്പനെ സംബന്ധിച്ച് കുഴപ്പമില്ല. അപ്പം അവളിങ്ങോട്ട് കയറി വന്ന് ഇന്നത്തെ രാത്രി എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് അവൾക്കും എനിക്കും അമ്മയ്ക്കും ടെൻഷനാണ് ഡോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവനും ഒരു റിലീഫാണ് ഇവൾ പോയി കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ ഡോണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൾക്കൊന്ന് ബാത്റൂം പോകാനോ ഒന്ന് കുളിക്കാനോ ഒന്ന് പുറത്ത് പോകാനോ ഭയങ്കര പാടാണ്. അമ്മ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് പാടാണ്. അപ്പം അമ്മയില്ലാത്ത അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു മാക്സിമം 1 മാസം അല്ലെങ്കിൽ 2 മാസം അപ്പോൾ അത് നോക്കിയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും ഇവക്കും അതൊരു അനുഭവമാണ്. എന്ത് വേണ്ടപ്പെട്ടതെല്ലാം നാട്ടിൽ വെച്ചിട്ട് തിരിച്ചിങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഇവളൊന്നും അറിയട്ടെ. അതേപോലെ അപ്പനും അമ്മയും ഇല്ലാത്തൊരു ഫീൽ എന്താണെന്ന് മക്കളും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവന്മാർക്ക് അതൊരു കുഴപ്പമില്ല, അത് വേറെ കാര്യം. അവർക്ക് അമ്മയും അപ്പാപ്പനുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡോണാണെങ്കിൽ അപ്പാപ്പനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായി, ഏതപ്പനാണെങ്കിൽ അമ്മാമ്മയായിട്ടും. അപ്പം നമ്മളില്ലെങ്കിൽ അവർക്ക് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു മിസ്സിങ് വേണ്ടേ നമ്മൾ അപ്പനും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ. അത് അവന്മാർ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അവളെ കൊണ്ടുവരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ പോയി എടുത്തിട്ട് വരാം എന്തായാലും. ഇപ്പോൾ എത്ര മണി? 11 മണി. 12:05 റാസൽ കൈമ എത്തണത്. അബുദാബി എടുത്തില്ല. അബുദാബിക്ക് അന്ന് കൊണ്ടാക്കാൻ പോയിട്ട് തന്നെ ഫൈൻ കിട്ടി. 400 ലാഭിക്കാൻ പോയിട്ട് 350 റംസ് ഫൈനായി. ഒന്നും പറയണ്ട. സാലിക്കിൻ്റെ ഫൈനും പിന്നെ എന്തോ സ്പീഡ് ലിമിറ്റിന് ഫൈനും വന്നു. അപ്പോൾ 400 ലാഭിക്കാൻ പോയിട്ട് 350 അവിടെ പോയി. അപ്പോൾ അതായത് റാസൽ കൈമയ്ക്ക് കിട്ടിയപ്പോൾ റാസൽ കൈമയ്ക്ക് എടുത്തു. 12:05 അവിടെ എത്തും. ഇനി അത് കഴിഞ്ഞ് പോയി എടുത്തിട്ട് കൊണ്ട് വരണം. എനിക്കറിയില്ല, കരഞ്ഞ് നിലവിളിച്ചൊരു പരിവായി ഉണ്ടാവും ഇപ്പോൾ. എനിക്ക് തന്നെ സങ്കടമാണ്. 2 മാസം നാട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഈ 4 വർഷം ഏതപ്പനെയും 3 വർഷം ഡോണിനും നോക്കി അവളുടെ സങ്കടം എത്രത്തോളം എനിക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷേ കുറച്ച് പഠിക്കട്ടെ. ഇടയ്ക്ക് ഈ പിള്ളേരുടെ അടുത്ത് നിന്ന് ഗ്യാപ്പ് വേണം, കറങ്ങാൻ പോകണം, റിലീഫ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം അത് അത്യാവശ്യമാണ്, അവർക്ക് കൊടുക്കണം എന്നൊക്കെ അറിയാം. പക്ഷേ ഈ പിള്ളേരെ കേസ് വരുമ്പോൾ നമുക്ക് പപ്പാപ്പൻ അമ്മാമ്മയായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡിസിഷൻ എടുത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുകയൊന്നുമില്ല. കാരണം അവർക്ക് ആരുമില്ലാത്തൊരവസ്ഥ വരാൻ നടക്കില്ല. പപ്പാപ്പൻ അമ്മാമ്മയായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അവളിങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് നോക്കട്ടെ, ഇവക്കാണോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക, അവർക്കാണോ മിസ് ചെയ്യുക എന്നുള്ളത്. ബാക്കി വിശേഷം അവൾ വന്നിട്ട് പറയാം. ഇവിടെ നിന്ന് ഒരു 12:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ട്. അപ്പോൾ അവളവിടെ എത്തിയിട്ടുണ്ട്. പെട്ടി കിട്ടിയില്ല. പെട്ടി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇനി വേറെ ഫൈനൊന്നും മേടിച്ച് വെക്കണമെന്ന് വെച്ചിട്ട്. ഫൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര പേടിയായിട്ട് മാറിയേക്കുക. അബുദാബിക്ക് പോയൊരു 300 കിട്ടിയ പിന്നെ അബുദാബിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ഫൈനില്ലാണ്ട് പോയിട്ടുണ്ടെന്ന അമ്മേനെയും മക്കളെയും ഭാര്യനെയും ഉണ്ടാക്കാൻ വേണ്ടി അബുദാബിക്ക് പോയി 300 അടിച്ചു കിട്ടി. അത് ഈ പിന്നെ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു പേടിയാണ്, എന്താ അറിയില്ല. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവളെ വിളിച്ചിട്ട് ഇവൾക്കൊരു കുഞ്ഞ് പെട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ അവിടെ നിന്നു. അപ്പോൾ ഇവള് പറയണ്ട അവിടെ ഒരു ചെറിയൊരു ബെൽറ്റിലാണ് വരുന്നത്, അധികം പെട്ടികളൊന്നും ഇല്ല, കുറച്ച് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നപ്പോൾ ഇവള് കരിങ്കല്ല് കുഴിച്ചിട്ട് ഇവിടെ നിൽക്കുക. വണ്ടി കണ്ടിട്ട് വണ്ടി അടുത്തേക്കില്ല, വണ്ടി കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരെ അങ്ങനെ ഇവള് പറയണം. അങ്ങനെ വണ്ടിയും കൊണ്ട് അവളുടെ കാൽച്ചൂട്ടി കൊണ്ട് നിർത്തിയിട്ടാണ് ഇപ്പോൾ പെട്ടിക്കെടുത്ത് കയറ്റാൻ വേണ്ടി പോകണം. വണ്ടി ലാൻഡ് ചെയ്ത് ലഗേജ് കയറ്റിയില്ല. അപ്പോഴേക്കും തുടങ്ങി വിശപ്പെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് പോവാം. അത് കഴിഞ്ഞ് നമ്മൾ റാസക്കയം വരെ പോയതല്ലേ, ടൈം വീശ് വരാൻ പറ്റും. ഇനി വീക്കെൻഡൊക്കെ അല്ലേ വരുന്നത്, ഹോളിഡേയ്സൊക്കെ അല്ലേ വരുന്നത്, കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നും പറഞ്ഞില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞപ്പോൾ മേടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതായത് കൊണ്ട് ഇതെല്ലാം ലഗേജെല്ലാം കയറ്റിയതിന് ശേഷം നമ്മൾ നേരെ പോയത് കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇതിനകത്ത് കാണിക്കാം. എല്ലാം കാണിക്കണില്ല. പേടിച്ചാണ് വണ്ടി നിർത്തിയത് അവിടെ. കാരണം ഫ്രണ്ടിൽ തന്നെ പോലീസ് വണ്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഫൈൻ ഒരു ഭീകരമായ പേടി സ്വപ്നമായിട്ട് മാറിയേക്കുക. ആദ്യമായിട്ടൊരു ഫൈൻ കിട്ടിയായിരുന്നു. കാരണം ഞാൻ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആവുന്നത്. ആദ്യമായിട്ടാണ് എനിക്കൊരു ഫൈൻ കിട്ടുന്നത്. അപ്പോൾ ആ ഫൈൻ കിട്ടിയതോ 300 റംസ്. ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ഈ 300ൻ്റെ കാര്യമാണ്. അങ്ങനെ നമ്മൾ പൊന്നാപ്പനെ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ധന ഷോപ്പിലെത്തി. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ കഴിക്കുന്ന പ്രത്യേക സാധനമുണ്ട്, അത് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. വേറൊന്നും കഴിക്കാറില്ല. അതും 2 ഷോട്ട്, അതിനപ്പുറത്തോട്ട് പോകാറില്ല. ആ സാധനം മേടിച്ചു. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് വിലക്കുറവാണ്. എന്തായാലും നമ്മൾ അവിടെ വരെ പോയി, നമുക്ക് എന്തെങ്കിലും യൂസ് വേണ്ടേ, പെട്രോൾ വെച്ച് പോകണമല്ലേ, വൈഫിന് മാത്രം കൊണ്ടുവന്നാൽ പോരല്ലോ.
ഇപ്പം ഈ എടുത്ത സാധനത്തിന് നമ്മുടെ കരാമയിൽ അല്ലെങ്കിൽ അൽനാദിക്കൊക്കെ വരുമ്പോൾ 135 ഒരു ബോട്ടിലിന് വരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നേരെ 59 കൊടുത്താൽ മതി. അപ്പം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ പോകാൻ മാത്രമാണ് നമുക്കത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി മാത്രം പോകാമെന്ന് പറഞ്ഞാൽ എണ്ണ കത്തിച്ചവിടം വരെ പോകണ്ടേ, അല്ലെങ്കിൽ ബോട്ടിൽ കണക്കിന് മേടിച്ചിട്ട് വരണം. നമ്മൾ അത്രയും കഴിക്കുന്ന ആൾക്കാരുമല്ല, നമുക്ക് അതിനോട് അത്ര വലിയ ഭ്രമവും ഇല്ല. ഇത് വല്ലപ്പോഴും നമുക്ക് വല്ല വീക്കെൻഡ് വല്ല ശനി ഞായറൊക്കെ വരുമ്പോൾ 2 ഷോട്ട് അടിക്കുക, വർത്തമാനം പറഞ്ഞിരിക്കുക, കിടന്നുറങ്ങുക. അതിന് ടച്ചിങ്സൊക്കെ ഉണ്ടെങ്കിൽ 2 അടിക്കാം. ആ ഒരു വൈബിൽ അങ്ങോട്ട് പോകാം ചില്ലായിട്ട്. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ വലിയ അടിക്കാറൊന്നും വിചാരിക്കരുത്. വൈഫാണെങ്കിൽ ആകെ ബ്രീസർ മാത്രമേ അടിക്കുള്ളൂ. ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തുടങ്ങി കുട്ടിക്ക് വിശക്കണമെന്ന് പറഞ്ഞാലും കൊണ്ട് പോണ വഴിക്ക് നമ്മുടെ മഗ്ഡി ഡ്രൈവ് ത്രൂവിൽ പോയിട്ട് 2 ബർഗർ മേടിച്ചു. അതിൽ വിശപ്പ് മരികൊള്ളാൻ പറഞ്ഞു. കാരണം ഇനി വേറെ സ്ഥലത്ത് പോകാനും നേരെ ഒരുപാട് ലേറ്റായി. 12:30 ഇവിടുന്ന് 12 മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ പിക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ റൂം എത്താറായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 2:30-3 മണിയെങ്ങാണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനി വേറെ സ്ഥലത്തൊക്കെ പോയി കഴിക്കാമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് രാവിലെ ഡ്യൂട്ടി ഉണ്ട്. 5:30 എഴുന്നേൽക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് ബർഗർ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരിക്ക് എന്നെപ്പോലെ രാത്രി ചോറ് വേണം, ബിരിയാണി വേണം, മന്തി വേണം എന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ രാത്രി ഉറങ്ങാൻ നേരത്തെ പോലും തോണു അമ്മേനെ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ആ വിഷമത്തിലൊക്കെ നോക്കും ഭയങ്കര സങ്കടമായിരിക്കണത്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നെ ഉമ്മക്ക് തീരെ മിസ് ചെയ്തിട്ടില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇവളെ മിസ് ചെയ്യായിരിക്കും. അപ്പോൾ ഇവളുടെ വായേന്ന് പോലും അത് കേട്ടില്ല. മറ്റതിങ്ങനെ പറയാറുണ്ട്, ചാച്ചാ നിന്നോട് മാത്രമാണ് ഇവർക്ക് മിസ്സിങ് ഒന്നും ഇല്ലാത്തത്, ഞാൻ മാറിയെന്ന് അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ ഇവിടുന്ന് പറയാറുണ്ട്. പക്ഷേ 2 പേർക്കും വലിയ മൈൻഡൊന്നും ഇല്ല. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ വണ്ടിക്കകത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം. 2 പേർക്കും 2 പേരെ കണ്ടോളാം. പക്ഷെ എന്നേക്ക് അറ്റാച്ച്ഡ് ഇവളായിരുന്നേ. പക്ഷെ ഇവള് പോയിട്ട് പോലും അവർക്ക് യാതൊരു കുലുക്കില്ല. അതിലാണ് ഇവർക്ക് ഇത്രയും വിഷമട്ടവും. റൂമൊക്കെ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ ഇല്ലേ നോക്കി വേണ്ട കർട്ടൻ അത് കണ്ടുപിടിച്ചാ വിശേഷം. ബാത്റൂം നോക്കി നീ, നിനക്ക് കണ്ണാടി കണ്ട അവിടെ തിളങ്ങും കണ്ടാ, സബ്സെ ശുദ്ധ പാനി. നീ ഇവിടുന്ന് പോകുമ്പോഴുള്ള ബാത്റൂം അല്ലല്ലോ ഇപ്പം അത്. ആ ബെഡ്ഷീറ്റൊക്കെ നോക്കി, തലണ വിരിയൊക്കെ ഉണ്ടാ ഇപ്പം എല്ലാം കറക്റ്റ്. പണ്ടത്തല്ല നീ പോകുന്നുണ്ട് ഇവിടെ. നീ ഇവിടുന്ന് പൗഡർ എടുത്ത് ഇറങ്ങാനാണോ? അന്ന് ഇട്ട പൗഡർ ഇറങ്ങും. പിന്നെ അത് പൗഡറാ, അതൊക്കെ ഉണ്ടാവും. നാട്ടിക്കനെ പോകും നല്ലത്. നാട്ടിക്കനെ പോകും. എന്റെ കൊച്ചപ്പ എണീക്കുമ്പോ അച്ചു അമ്മയെന്ന് പറഞ്ഞ് കരയും. അപ്പൊ എന്ത് ചെയ്യും? രാത്രിയാകുമ്പോ അച്ചു അമ്മേ അച്ചു അമ്മേ രാത്രി കരയുമ്പോ എന്ത് ചെയ്യും കൊച്ച്? ഡണ്ണ രാവിലെ എണീക്കുമ്പോ നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഡൊണ്ണില്ല നാളെ. എന്ത് ചെയ്യും? ഡണ്ണ ഇനി ഇവിടെ ഇല്ല കേട്ടോ, ഡണ്ണ നാട്ടിലാണ്. ഇനി രാവിലെ എണീക്കുമ്പോ കൊച്ചിനെ പിടിച്ച് തപ്പരുത്. അപ്പൊ ഇവിടെ ഒരു മുതുക്കം കൊച്ചുണ്ടാവും.